ഹക്കമത്തിൽ മുഅ്തസിലത്തു അൽ അക്കല. മുഅ്തസിലത്ത് വിധികർത്താവാക്കി, അൽ അക്കല അക്കലിനെ വിധികർത്താവാക്കി. അപ്പോൾ ഷറായിന് മുമ്പ് ഹുക്കുമില്ല, ഷറാവ് അവതീർണമാവുന്നതോടെ ഹുക്കും ആരുതാവുള്ളൂ നമ്മൾ പറഞ്ഞത്. മുഅ്തസിലത്തിൻ്റെ അഭിപ്രായം അതിന് വിരുദ്ധമാണ്. അവാന്തര വിഭാഗമായ മുഅ്തസിലത്ത് പറഞ്ഞ അക്കലിനെ വിധികർത്താവാക്കി ഫിൽ അഫ്ആലി കബലൽ ബഅ്സത്തി. ഫിൽ അഫ്ആലി പ്രവർത്തനങ്ങളിൽ കബലൽ ബഅ്സത്തി പ്രവാചകന്മാരെ നിയോഗിക്കുന്നതിന് മുൻപുള്ള പ്രവർത്തനങ്ങളിൽ. പ്രവാചകന്മാരെ നിയോഗിക്കുന്നതിന് മുമ്പുള്ള പ്രവർത്തനങ്ങളിൽ. ഒമാ കലാബിഹി, അപ്പോൾ ബുദ്ധി വിധിക്കുന്ന ഒന്ന്, ഫി ഷൈഇൻ മിൻഹാ, ആ കാര്യങ്ങളിൽ നിന്ന് ഒന്നില് ബുദ്ധി ഏതൊന്നിനെ കൊണ്ട് വിധിക്കുന്ന ഒന്ന്, ആ ഒന്ന് ലറൂരിയുൻ, ആ വിളിക്കുന്ന ഒന്നുണ്ട് ലറൂരിയുണ്ട്. ബിസിനസ്സിന് മുമ്പുള്ള പ്രവർത്തനങ്ങളിൽ ബുദ്ധി വിധിക്കുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി, ആ പ്രവൃത്തിയിൽ എന്തുണ്ട്? ലറൂരിയായതുണ്ട്, അനിവാര്യമായത്, നിഷേധിക്കാൻ സാധിക്കാത്തത്. അങ്ങനെ ബുദ്ധിക്ക് വിധിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തിലുണ്ട്? ബിസിനസ്സിന് മുമ്പുള്ള പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട്. തനഫുസി, അതുപോലെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന പോലെ. ഫിൽ ഹവായി, അന്തരീക്ഷത്തിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന പോലെ. ലറൂരിയാണ്. മനുഷ്യനെ കൊണ്ട് എന്താണ്? അടക്കി നിർത്താൻ കഴിയില്ല. അവന് ശ്വസിച്ചേ അവർക്ക് എന്ത് ചെയ്യാവുള്ളൂ? ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഉള്ള കാര്യങ്ങൾ ആ ബിസിനസ്സിന് മുമ്പുള്ള പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട്. പിന്നെ ഒന്നുണ്ട് ഇഖ്തിയാരിയും, ഇഖ്തിയാരിയായ കാര്യങ്ങളും ബിസിനസ്സിന് മുമ്പുള്ള പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധി വിധിക്കുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒന്നുണ്ട് ഇഖ്തിയാരിയായത്. ഇഷ്ടം പോലെ ഇഷ്ടത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന അർത്ഥം. അഥവാ വേണമെങ്കിൽ പ്രവർത്തിക്കാം, പ്രവർത്തിക്കാതിരിക്കാം എന്ന സ്ഥിതിയിലുള്ള കാര്യങ്ങളും എന്തുണ്ട്? ഈ ബിസിനസ്സിന് മുമ്പുള്ള പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ലി ഹുസൂസിഹി, അത് ഇഖ്തിയാരി ആയത് എന്തുകൊണ്ടാണ്? ലി ഹുസൂസിഹി, അതിൻ്റെ പ്രത്യേകത കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഇഖ്തിയാരി ആയിരിക്കുന്നു. എങ്ങനെയാണ് അതിൻ്റെ പ്രത്യേകത? ആ പ്രത്യേകത ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ബിഅൻ അദറക ഫീഹി മസ്ലഹത്തൻ, ബുദ്ധി ആ പ്രവൃത്തിയിൽ കണ്ട് എത്തൽ കൊണ്ട്, അദറക കണ്ടെത്തുക, മനസ്സിലാക്കുക, ഫീഹി ആ കാര്യത്തിൽ, ആ ബിസിനസ്സിന് മുമ്പുള്ള പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ആ പ്രവൃത്തിയിൽ എന്താണ്? ഈ പ്രവൃത്തിയിൽ എന്താണ്? ബുദ്ധി കണ്ടെത്തുക. മസ്ലഹത്തൻ, എന്തിനെ കണ്ടെത്തുക? ഒരു മസ്ലഹത്തിനെ, ഒരു നന്മയെ കണ്ടെത്തുക. ആ മഫ്സദത്തൻ, അല്ലെങ്കിൽ എന്തിനെ കണ്ടെത്തുക? ഒരു മഫ്സദത്തിനെ, ഒരു ദൂഷ്യത്തെ, ഒരു കുഴപ്പത്തെ കണ്ടെത്തുക. അപ്പൊ അങ്ങനെ ബുദ്ധി കണ്ടെത്തുക വഴി എന്താണ്? ബുദ്ധിയുടെ ഇച്ഛയ്ക്കനുസരിച്ച്, ബുദ്ധിയുടെ തേട്ടത്തിനനുസരിച്ച്, ഇഖ്തിയാറാണ്, ബുദ്ധിയുടെ തേട്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ച് അതിലുള്ള മസ്ലഹത്തിനെ ബുദ്ധി കണ്ടെത്തിയോണ്ട് ബുദ്ധിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് വിധി കൽപ്പിക്കാൻ പറ്റും. അത് പറ്റുമോ പറ്റില്ലെന്ന് ചെയ്യാൻ പറ്റും, ബുദ്ധിക്ക് വിധിക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളും എന്താണ്? ബിസിനസ്സിന് മുമ്പുള്ള പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ്. ബിയൻ അതിനൊക്കെ ബുദ്ധി കണ്ടെത്തലുണ്ട് ആ കാര്യത്തിൽ. മസ്ലഹത്തിനെ കണ്ടെത്തുക. അത് മഫ്സദത്ത്, അല്ലെങ്കിൽ എന്താണ്? കുഴപ്പത്തെ, ദൂഷ്യത്തെ കണ്ടെത്തുക. അവ രണ്ടും ഇല്ലായ്മയെ, ഇവ രണ്ടും, ഈ മസ്ലഹത്തും മഫ്സദത്തും ഇല്ലായ്മയെ എന്ത് ചെയ്യുക? ബുദ്ധി കണ്ടെത്തുക. ഇതിൽ പ്രത്യേകിച്ച് മസ്ലഹത്ത് നന്മ കാണാനില്ല, പ്രത്യേകിച്ച് എന്തില്ല, ഒരു മഫ്സദത്തും ഇതിലെന്തില്ല, കാണാനില്ല. അങ്ങനെ ബുദ്ധിക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ സാധിക്കും. ഈ ഗണത്തിൽപ്പെട്ടതും ആ പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഇപ്പൊ അംറു ഖലാഇ ഫീഹി ലാഹിറുൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് മസ്ലഹത്തിനെ കണ്ടെത്തുന്ന, മഫ്സദത്തിനെ കണ്ടെത്തുന്നത്, ഒന്നും കണ്ടെത്താത്ത, രണ്ടൊന്നും ഇല്ലാത്ത അവസ്ഥ, പിന്നെന്താണ്? ലറൂരിയായിട്ട്, അനിവാര്യമായി, അനിയന്ത്രിതമായി കിട്ടേണ്ടുന്ന, പ്രവർത്തിക്കേണ്ടുന്ന, ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. അപ്പം ഇതിലുള്ള വിധിയുടെ കാര്യം ഇതിലുള്ള അപ്പം അംറു ഖലാഇ ഫീഹി, ബുദ്ധി വിധിക്കുന്ന കാര്യം, ഈ പ്രവൃത്തിയെ ബുദ്ധി വിധിക്കുന്ന കാര്യം ലാഹിറുൻ, എന്താണ്? സ്പഷ്ടമാണ്. എന്താണ് ആ ലാഹിറ കാര്യം? അത് വ്യക്തമാവുന്നതാണെന്ന് ഇവർ പറയണേ. ആര്? മുഅ്തസിലത്ത് പറയണേ. ലാഹിർ എന്ന് വെച്ചാൽ എന്താ? ഔവ അന്നൽ ലറൂരിയ, ഔവ ആ വിധി നിശ്ചയമായ ലറൂരിയായ കാര്യമാവുന്നത്.
മക്തൂൻ ബി ബാഹത്തി, അത് അനുവദനീയമാണെന്നത് കൊണ്ടെന്താണ് ഖണ്ഡിതമാണ്, ഖണ്ഡിതമാക്കപ്പെട്ടതാണെന്ന് പറയാം. മക്തൂൻ ബി ബാഹത്തി ലറൂരിയാത്ര കാര്യം, ശ്വാസോച്ഛ്വാസം ചെയ്യുക, ശ്വസിക്കുക, ഉച്ഛസിക്കുക. വായുവിൽ നിന്നും നമ്മളെന്ത് ചെയ്യുക, വലിച്ചു കയറ്റുന്നോ ഇത് പുറത്തേക്ക് എന്ത് ചെയ്യാൻ ശ്വാസോച്ഛ്വാസം, രണ്ട് പ്രവൃത്തിയാണത്. അപ്പം ഇത് പറ്റുമില്ല, ബുദ്ധിക്ക് വിധിക്കാൻ പറ്റുന്ന ആ കാര്യത്തെ ബുദ്ധിയുടെ വിധി എന്താണ്, ലാഹറാണ്, വ്യക്തമാണ്, പ്രകടമാണ്, നമുക്ക് കണ്ടെത്താം. അത് ചെയ്യൽ അനുവദനീയമാണ്. ആർക്ക് കണ്ടെത്താൻ പറ്റും? ബുദ്ധിക്ക് കണ്ടെത്താൻ പറ്റും. അത് പറയാ മറ്റു ചിലത്ത് പറയാം. മനസ്സിലായില്ലേ? മക്കത്തുഹം ബി ഇബാഹത്തിഹി, അത് ഇബാഹത്താണ്, മുബാഹാണെന്നതുകൊണ്ട് ഖണ്ഡിതമായി പറയാവുന്നതാണ്, ഖണ്ഡിതമായി ബുദ്ധി കണ്ടെത്തുന്നതാണ്. വൽ ഇഖ്തിയാരിയും, ഇനി ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ പറ്റുന്ന ഇഖ്തിയാരിയ കാര്യം, ആദ്യം പൗതിയിലേ പറഞ്ഞു, ഇനി ഇഖ്തിയാരിയിലേ പറഞ്ഞു. ഇഖ്തിയാരിയ കാര്യമാവും ഇതിന് ഹുസൂസിക്ക്, അത് ഇഖ്തിയാറാണ് എന്നുള്ള ആ കാര്യത്തിൻ്റെ പ്രത്യേകത കാരണമായിട്ട് ഇഖ്തിയാരിയ കാര്യം യങ്കസിമു ഇലൽ അഖ്സാമിൽ ഖംസത്തി, അത് ഓഹരിയാവുന്നതാണ്, 5 ഓഹരികളിലേക്ക് ഓഹരിയാവും. ബുദ്ധിപരമായി ചിന്തിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യും, 5 ഓഹരികളിലേക്ക് ഓഹരിയാവും എന്നാ പറയുന്നത്. അത് ഏതൊക്കെയാ? അൽ ഹറാം, ഏതൊക്കെയത്? ഹറാമാണ്, ഗൈറുഹു ഹറാമല്ലാത്തതുമാണ്. 5 കാര്യങ്ങളിലേക്കാണ് ഹറാമായതും ഹറാമല്ലാത്തതുമാണ്. പ്രവാചകന്മാരെ നിയോഗിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ, തറൂരി അല്ലാത്ത ഇഖ്തിയാരിയ കാര്യങ്ങൾ മൊത്തത്രയാവും. ഹറാമല്ലാത്ത 5 ഓഹരിയായിട്ട് ഓഹരിയാവുന്നതാണ് മുഅ്തസിലത്ത് പറഞ്ഞത്. നോക്കാം. ഈ അന്നവും കാരണം നിശ്ചയമായ ഇഖ്തിയാരിയ കാര്യമാവുന്നു ഇസ്തമല അലാ മഫ്സദത്തി ഫിഅലുഹു, അലാ മഫ്സദത്തി ഫിഅലുഹു, അതിനെ പ്രവർത്തിക്കൽ ഒരു കുഴപ്പത്തിൻ്റെ മേൽ ബന്ധപ്പെട്ടതാണെങ്കിൽ, ഇസ്തമല അത് ചുറ്റി ഉൾക്കൊണ്ടതാണെങ്കിൽ നടത്തും, അല്ലെങ്കിൽ അത് ഉൾപ്പെട്ടതാണെങ്കിൽ, അലാ മഫ്സദത്തി ഫിഅലിഹി, അതിനെ പ്രവർത്തിക്കുന്നത് എന്താണ്, ഒരു പ്രശ്നം ഉണ്ടാക്കും, കുഴപ്പമുണ്ടാക്കും, അതിൻ്റെ മേൽ ഉൾപ്പെട്ടതാണ് എങ്കിൽ ഹറാം. ചെയ്യലെന്താ? ഹറാമാണ്. ഒരാളെ അടിക്കുക, ഒരാളെ നോവിക്കുക, മനസ്സിലായില്ലേ? ഒരാളെ വിള നശിപ്പിക്കുക, മനസ്സിലായോ? ഒരാൾക്ക് എന്ത് ചെയ്യുക, മറ്റേതെങ്കിലും ചതി അയാളോട് ചെയ്യുക, ഇതൊക്കെ എന്താണ്, ഒരു മഫ്സദത്തിനെ, ഒരു കുഴപ്പത്തെ ഉണ്ടാക്കി തീർക്കുന്ന പ്രവർത്തിയാണ്. അത്തരം ഉള്ള ഇഖ്തിയാർക്ക് ചെയ്യാതെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആ പ്രവൃത്തി എന്താണത്, ഹറാമാണെന്ന് ബുദ്ധി കണ്ടെത്തും കേട്ടോ. ഈ അന്നവും കാരണനിശ്ചയമായ ഇഖ്തിയാരിയ പ്രവർത്തനം നിഷ്തമലാല മഫ്സദത്തി ഫേലി, അതിനെ പ്രവർത്തിക്കൽ എന്താണ്, ഒരു ഫസാദ്, ഒരു കുഴപ്പത്തിൻ്റെ മേൽ ഉൾപ്പെട്ടതാണെങ്കിൽ ഹറാം. അപ്പോൾ എന്താണ്, അത് ഹറാമാണ്. കല്ലുൽമി, ഇതുപോലെ അക്രമം പോലെ, അക്രമം കാണിക്കുക. ഔ തർക്കിഹി, ഇനി അടുത്തത്, ഇനി അതിനെ ഉപേക്ഷിക്കൽ ഒരു കുഴപ്പത്തിൻ്റെ മേൽ ഉൾപ്പെട്ടതാണ്. ആ പ്രവൃത്തിയെ ചെയ്യാതിരുന്നെന്ത് ചെയ്യും, കുഴപ്പമുണ്ടാവും. മനസ്സിലായോ? ആ പ്രവൃത്തി ചെയ്യാതിരുന്നാൽ എന്ത് ചെയ്യും, ഒരു കുഴപ്പമുണ്ടാവും. അങ്ങനെയുള്ള കാര്യമുണ്ട്. ഇപ്പോൾ വാജിബ്, അപ്പം എന്താണത്, നിർബന്ധമാണ്. ഇപ്പോൾ വാജിബും അപ്പോൾ അത് നിർബന്ധമാണ്. കൽ അജിലി, ഇതുപോലെ നീതി ചെയ്യുന്നത് പോലെ. കൽ അജിലി, നീതി ചെയ്യുക. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് എന്ത് ചെയ്യുക, നീതി വർത്തിക്കുക. നീതി വർത്തിക്കാതിരുന്നാൽ എന്താവും, കുഴപ്പമുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പം നീതി വർത്തിക്കാതിരുന്നാൽ കുഴപ്പമുണ്ടാകും എന്തോരും നീതി വർത്തിക്കൽ എന്തായി, നിർബന്ധമായി എന്ന് ബുദ്ധി കണ്ടെത്തുന്നു കേട്ടോ. അത് തറക്കി, അതിനെ ഉപേക്ഷിക്കൽ ആ കുഴപ്പമുള്ളത് പുസ്തകത്തെ ദൂഷ്യത്തിൻ്റെ മേൽ ഉൾപ്പെട്ടതാവുക. ഏതുപോലെ അതിലി, അതുപോലെ അതിൽ നീതിത്വം പോലെ, അങ്ങനെ ഉപേക്ഷിക്കൽ കുഴപ്പത്തിനുമേൽ ബന്ധപ്പെട്ട വാജിബ്. അപ്പോൾ ആ കാര്യം പ്രവർത്തിക്കൽ എന്താവും, വാജിബാവും കേട്ടോ. അതിലി, അതുപോലെ നീതി പോലെ. ഔ അല മസ്ലഹത്തി ഫിഅലുഹു, ഇനി അടുത്തത് ഔ അല മസ്ലഹത്തി, മുല്ലാഫുല്ലാബിലായിട്ട് വായിക്കാൻ വേണ്ടി കേട്ടോ. അല മസ്ലഹത്തി ഫിഅലുഹു, അതിനെ പ്രവർത്തിക്കൽ എന്താണ്, ഒരു മസ്ലഹത്തിന് മേൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. അതിനെ പ്രവർത്തിക്കൽ എന്താണ്, ഒരു മസ്ലഹത്തിന് ഉൾപ്പെട്ടിരിക്കുകയാണ്. അപ്പം മന്ദൂബ്, അപ്പോൾ എന്താണത്, സുന്നത്താണ്. ഒരാൾക്ക് ഒരു 10 രൂപ കൊടുക്കണം, അപ്പോൾ അതിലൊരു ചെയ്യുന്നതിൽ നിന്നുണ്ട് ഒരു മസ്ലഹത്തുണ്ട്. മനസ്സിലായില്ലേ? ഒരാൾക്ക് ഒരു കൊല ഏത്തപ്പഴം കൊടുക്കുക, മനസ്സിലായില്ലേ? ഒരാൾക്ക് ഒരു 3 കിലോ അരി വാങ്ങിച്ചു കൊടുക്കുക, അവരൊക്കെ എന്തുണ്ട്, ഒരു മസ്ലഹത്ത് ആ പ്രവൃത്തിയിൽ. അപ്പോഴൊക്കെ എന്താണ്, സുന്നത്താണ് എന്ന് ബുദ്ധിക്ക് എന്താണ് കണ്ടെത്താൻ സാധിക്കും കേട്ടോ. അതുപോലെ ആ മസ്ലഹത്തി പേരു, അതിനെ പ്രവർത്തിക്കൽ എന്താണ്, ഒരു മസ്ലഹത്തിൻ്റെ മേൽ ഉൾപ്പെട്ടതാണെങ്കിലോ അപ്പോൾ മന്ദൂബൻ, അതെന്താണ്, സുന്നത്താണ്. കൽ ഇഹ്സാനി, ഇതുപോലെ
നന്മ ചെയ്യുന്നു. ഒരാളെ മറ്റൊരാളും ചെയ്യാം, നന്മ ചെയ്യുക, നന്മ കാണിക്കുക കേട്ടോ. ഔ തർക്കി, അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിക്കൽ എന്താണ്, ഒരു മസ്ലഹത്തിന്റെ ഉൾപ്പെട്ടതാണ്. ആ കാര്യം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെയുണ്ടല്ലോ, ആ കാര്യം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ വരുമ്പോൾ എന്താണ്, അപ്പം മക്റൂഹ്, എന്താണ് മക്റൂഹ്, കറാഹത്താക്കപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? അവ തർക്കി, അതിനെ ഉപേക്ഷിക്കൽ എന്താണ്, ഒരു നന്മയുടെ മേൽ ബന്ധപ്പെട്ടതാകുമ്പോൾ അത് മക്റൂഹ്, അത് കറാഹത്താണ്. ഇങ്ങനെ അവർ വ്യവച്ഛേദിച്ച് ഈ ദിവസത്തിന് മുമ്പുള്ള പ്രവർത്തനങ്ങളെ പറ്റി എന്ത് ചെയ്തു, അവർ ആലോചിച്ച് ചിന്തിച്ച് കണ്ടെത്തി. ഇത് കണ്ടെത്താനുള്ള ആവശ്യം എന്താ, കാര്യം എന്താ, ഇവരെ ബുദ്ധിയെ എന്ത് ചെയ്തു, വികർത്താവാക്കി വെച്ചപ്പോൾ ബുദ്ധി കൊണ്ട് തന്നെ കണ്ടെത്താൻ പറ്റും എന്ന് അവർ പറയാണ്. ഇല്ലം എസ്തമിൽ അല മസ്ലഹത്തിന്റെ മഫ്സദത്ത്. ഇനി അടുത്തത് അതൊന്നും പറഞ്ഞില്ല അവിടെ, മനസ്സിലായില്ലേ? ഒരു മഫ്സദത്തിന്റെയോ മസ്ലഹത്തിന്റെയോ മേലെ അത് ബന്ധപ്പെട്ടിട്ടില്ല. അങ്ങനെ പ്രവർത്തിക്കുന്നതിലോ പ്രവർത്തിക്കാതിരിക്കുന്നതിലോ യാതൊരു മസ്ലഹത്തും മഫ്സദത്തും എന്ത് ചെയ്യുന്നില്ല, ബന്ധപ്പെട്ട് കാണുന്നില്ല. ആ നിലയ്ക്കുള്ള പ്രവർത്തികളൊന്നും ഉണ്ടാവും, വിശുദ്ധമുള്ള പ്രവർത്തന കൂട്ടത്തിൽ ഉണ്ടാവും. അപ്പൊ അതിനെ സംബന്ധിച്ച് എന്താ ബുദ്ധി വിധിക്കുക? ഇല്ലം എസ്തമിൽ അല മസ്ലഹത്തിൻ മഫ്സദത്തിൻ, ഒരു മസ്ലഹത്തിന്റെ മേലോ മഫ്സദത്തിന്റെ മേലോ അത് ഉൾപ്പെട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പം മുബാഹ്. എന്താണ് ഇപ്പം മുബാഹ് എന്നത്? മുബാഹായ കാര്യമാണ്, അനുവദനീയമാണ്. അത് ചെയ്തതിന്റെ പേരിലോ ചെയ്യാതിരിക്കുന്നതിന്റെ പ്രത്യേകിച്ച് മസ്ലഹത്തും മഫ്സദത്തും പ്രകടമായി കാണുന്നില്ലെന്ന് കാണാനെങ്കിൽ അത് മുബാഹാണ്, അനുവദനീയമാണ്, കുഴപ്പമില്ല. അതാണ് മുബാഹാണെന്ന് അർത്ഥം. നീ ഇല്ലം യക്കലി. ഇനി അടുത്തത് ബുദ്ധി വിധിക്കുന്നതാണ് പറഞ്ഞത്. ഇല്ലം യക്കലിൽ അക്കലു ഈ ബാലു മിൻഹ. ഇനി ഇതിൽ ചിലതിലെന്താണ്, ബുദ്ധി വിധിക്കില്ല. ദിവസത്തിന് മുമ്പുള്ള പ്രവർത്തനങ്ങളത്തിൽ എല്ലാത്തിനെ സംബന്ധിച്ച് ബുദ്ധിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കൂട്ടത്തിൽ ഉണ്ടാവും. ഇല്ലം യക്കലിൽ അക്കലു, ഇനി ബുദ്ധി വിധിക്കുന്നില്ല എങ്കിൽ ഈ ബാലു മിൻഹ, അതിൽ ചിലതിൽ, ഈ ദിവസത്തിന് മുമ്പുള്ള പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ചില പ്രവൃത്തിയിൽ ബുദ്ധി വിധിക്കുന്നില്ല എങ്കിൽ ഖുസൂസിഹി, ആ പ്രവൃത്തിയുടെ പ്രത്യേകത കാരണമായിട്ട്, ആ പ്രവൃത്തിയുടെ പ്രത്യേകത കാരണമായിട്ട്. എന്താ പ്രത്യേകത? ബിഅല്ലം യുദ്രിക് ഫീഹി ശൈഅൻ മിമ്മാ തഖദ്ദമ, ബുദ്ധിക്ക് ആ പ്രവൃത്തിയിൽ ഈ പറയപ്പെട്ട മഫ്സദത്ത് മസ്ലഹത്ത്, പ്രവർത്തിക്കുന്നതിൽ പ്രവർത്തിക്കാതിരിക്കുന്നതിൽ, മനസ്സിലായില്ലേ? ഇതൊന്നും ചെയ്യുന്നില്ല, ഈ പറയപ്പെട്ട ഒന്നും ബുദ്ധിക്ക് അതിൽ ചെയ്യാൻ പറ്റില്ല, കണ്ടെത്താൻ സാധിക്കാത്ത അവസ്ഥ വരിക. ഉദാഹരണം ഇതുപോലെ അക്കലിൽ ഫാക്കിഹത്തി, ഒരു പഴം കഴിക്കുന്നത് പോലെ, ഒരു പഴം കഴിക്കുന്നത് പോലെ. അപ്പോൾ ഒരു പഴം, ഇപ്പോൾ പിന്നെ ഭൂമിയിലുണ്ടായി വളർന്നു നിൽക്കുന്ന ഒരു മാവ്, ആ മാവിൽ മാമ്പഴനെ പഴുത്ത് തുടുത്തെടുക്കുകയാണ്, അത് കഴിക്കാവോ ഇല്ല? പ്രോജന്മാർ വന്നിട്ടില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ആ മാവിലുള്ള മാങ്ങയും ആരുടെയാണ്? സൃഷ്ടികർത്താവായ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെതാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അത് പറിച്ചെടുത്ത് നമുക്ക് കഴിക്കാൻ പറ്റുകയില്ല. ആ ബുദ്ധിക്ക് രണ്ട് കാര്യം ചിന്തിച്ചു പോകാൻ ബുദ്ധി. ഒന്നിരിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ അധികാരത്തിൽ, അള്ളാഹുവിൻ്റെ മിൽക്കിൽ, ഉടമസ്ഥയിൽ കയറി കൈകടത്തലാണ്. ഒന്ന് ചിന്തിക്കാലോ. മറ്റൊന്നാണ് ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, അത് അള്ളാഹുവിൻ്റെ അടിമകളിൽപ്പെട്ടൊരു വസ്തുവാണ് എന്താ, മാവ്. ആ മാവിൽ മാങ്ങ ഉണ്ടായിരിക്കണു, എനിക്കത് കഴിക്കാമല്ലോ, വേറെ കുഴപ്പങ്ങളൊന്നും എൻ്റെ പേരുണ്ടാകാൻ പോണില്ലല്ലോ. എനിക്ക് ഒരു മധുരം കിട്ടും, ഒരു എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫലം കഴിക്കാൻ പറ്റും, വിശപ്പ് കഴിക്കാമല്ലോ. പക്ഷെ ബുദ്ധി അതിനെന്താണ്, കൺഫ്യൂഷനാവാണ്. അള്ളാഹുവിൻ്റെ ആ ഉടമസ്ഥയെ കയറി ഇടപെടാവോ, അതൊരു വിഷയം. അത് പാടില്ലല്ലോ, അതിന് പ്രത്യാനുവാദം വേണ്ടേ? പ്രത്യാനുവാദം കിട്ടിയിട്ടില്ല, ചെറവ് വന്നിട്ടില്ലല്ലോ. അതല്ല, ഞാൻ അടിമയാണ്, അതും അടിമയാണ്, എനിക്കത് കഴിക്കാമല്ലോ, എനിക്ക് കഴിക്കാൻ വേണ്ടി അല്ല ഉണ്ടാക്കിയാണേ, മനസ്സിലായില്ലേ? അങ്ങനെ ബുദ്ധി കൺഫ്യൂസ്ഡാ, ബുദ്ധി കണ്ടെത്താൻ പറ്റാണ്ട് വരും. ബുദ്ധിക്ക് അതിലെ മഫ്സദത്തോ മസ്ലഹത്തോ ഒന്നും കണ്ടെത്താൻ സാധിക്കാത്ത അവസ്ഥ. അങ്ങനെ ബുദ്ധിക്ക് വിധിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അതങ്ങനെയാ മുമ്പ് പറഞ്ഞ മഫ്സദത്തോ മസ്ലഹത്തോ ഒന്നും ബുദ്ധി കണ്ടെത്താൻ സാധിക്കാതിരിക്കലുണ്ട്. ആ ഏതുപോലെയൊക്കെ അക്കലിൽ പാക്കേത്തി, ഫ്രൂട്ട് കഴിക്കുന്നത് പോലെ. പാക്കേത്ത് ഫ്രൂട്ടാണ്, അത് ഫ്രൂട്ട് മൊത്തത്തിൽ പറയുന്ന പേരാണെന്ന് പഴം കേട്ടോ, ഫ്രൂട്ട് കഴിക്കുന്ന പോലെ. കാരണം അതിൻ്റെ അവസ്ഥ ഇതാണ്, നമ്മൾ പറഞ്ഞില്ലേ, അതാണ് അവസ്ഥ. അപ്പോൾ ഫഖ്തുലിഫ ഫീ ഖളാഇഹി, അപ്പോൾ അത് സംബന്ധമായി ബുദ്ധിയുടെ വിധി തീരുമാനത്തിന് എന്ത് ചെയ്തിരിക്കുന്നു, അഭിപ്രായ വ്യത്യാസമാക്കപ്പെട്ടിരിക്കുന്നു. ദലീലിഹി, അതിൻ്റെ തെളിവ് എന്താണ്, വ്യാപക സ്വഭാവമുള്ള കാരണമായി. ബുദ്ധിയുടെ അത്തരത്തിലുള്ള കാര്യങ്ങളിലെ വിധിയെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമാക്കപ്പെട്ടിരിക്കുന്നു.
ഉമൂമി ദലീലിഹി, അതിന്റെ തെളിവെന്താണ്? വ്യാപകാർത്ഥം. ഇതിനും തെളിവുണ്ട്, അതിനും തെളിവുണ്ട്. മനസ്സിലായില്ലേ? അപ്പം മുഅ്തസിലത്തിൽ തന്നെ അതിനെന്ത് ചെയ്തു? വ്യത്യസ്തമായ അഭിപ്രായങ്ങളായി. അതിനെക്കുറിച്ച് എന്താ പറയേണ്ടത്? അത്തരം കാര്യങ്ങളെ കുറിച്ച് എന്ത് പറയാം? അതിൽ മുഅ്തസിലത്തിൽ എന്ത് ചെയ്തു? അഭിപ്രായ വ്യത്യാസം ഉണ്ടായിന്നാ പറഞ്ഞു. അപ്പൊ അല അക്വാലിൽ, പല അഭിപ്രായങ്ങളുടെ മേലെ എന്ത് ചെയ്തു? അഭിപ്രായ വ്യത്യാസത്തിലായി. പല അഭിപ്രായങ്ങളുടെ മേലെ അത്യാവശ്യത്തിലായി കേട്ടോ. അതൊക്കെ കൗലിഹി, മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി അവയെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു. ബി കൗലിഹി, മുസന്നിഫിന്റെ കൗല് കൊണ്ട് എന്ത് ചെയ്തു? മുഅ്തസിലത്തിന്റെ അടുക്കല് ഇങ്ങനെ ബുദ്ധിക്ക് വിധിക്കാൻ പറ്റാത്ത ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ബുദ്ധിയുടെ തീരുമാനത്തെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായം എന്താണ്? അവരുടെ മുഅ്തസിലത്തിന്റെ അഭിപ്രായം എന്താണെന്ന് സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങളെ ഈ ചെറിയ വാക്കിലൂടെ മുസന്നിഫ് എന്ത് ചെയ്തു? പ്രതിപാദിക്കുക. ലഹും, അവർക്കുള്ള മൂന്നാമത്തെ അഭിപ്രായം ഇതിനെ സംബന്ധിച്ച ഈ അക്കുൽ ഫാക്കിയത്ത് പോലത്തെ കാര്യത്തെക്കുറിച്ചുള്ള മൂന്നാമത്തെ അഭിപ്രായം. അപ്പോൾ ഒന്നും രണ്ടും വേറെ ഉണ്ട്, അതിന് മുമ്പൊന്നുണ്ട്, ഒന്നും രണ്ടും ഉണ്ട്. മൂന്നാമത്തെ അഭിപ്രായമാവുന്ന ലഹും, അവർക്കുള്ള മൂന്നാമത്തെ അഭിപ്രായം അൽ വഖഫു. എന്താണ്? നിഷ്പക്ഷത പാലിക്കുക. അത് ഹറാമെന്നും പറയണ്ട, ഹലാലെന്നും പറയണ്ട. ഓക്കെ, അത് ഹറാമെന്നും പറയണ്ട, ഹലാലെന്നും പറയണ്ട എന്നാണ് ഈ മുഅ്തസിലത്തിന്റെ മൂന്നാം പക്ഷത്തിന്റെ അഭിപ്രായം. അൽ വഖഫു അലൽ അനിൽ ഹലരി ഫലിബാഹത്ത്. ഹലർ എന്ന് വെച്ചാൽ ഹറാം, ഹറാമാണെന്നതിനെ തൊട്ടോ അല്ലെ ഇബാഹത്ത്, വിവാഹത്താണ് മുബാഹാണെന്നതിനെ തൊട്ട് എന്ത് ചെയ്യുക? നിഷ്പക്ഷത പാലിക്കലാണ് അതിലെ മൂന്നാമത്തെ അഭിപ്രായം. അപ്പൊ ഒന്നാമത്തെ രണ്ടാമത്തെ അഭിപ്രായം എന്താ? ഒന്നാമത്തെ രണ്ടാമത്തെ അഭിപ്രായം ഒന്ന് ഹറാമെന്നും മറ്റൊന്ന് ഹലാലെന്നും. മൂന്നാമത്തെ അഭിപ്രായം അൽ വഖഫ് ഒന്നും പറയണ്ട. മനസ്സിലായില്ലേ? അങ്ങനെ മൂന്ന് അഭിപ്രായങ്ങൾ ഇത്തരം അക്കുൽ ഫാക്കിയത്ത് പോലത്തെ കാര്യങ്ങളെ സംബന്ധിച്ച് ആർക്കുള്ളത്? മുഅ്തസിലത്ത് പക്ഷത്തിന് ഉള്ളത്. അത് മുസന്നിഫാണ് സാലിസുവ പറഞ്ഞപ്പോൾ ഇഖ്തിലാഫ് വ്യക്തമായില്ലേ? അങ്ങനെ മുസന്നിഫ് ചെറിയ വാക്കുകളെ കൊണ്ട് ഇഖ്തിലാഫിനെ കുറിച്ച് എന്ത് ചെയ്തു? പറഞ്ഞു. മനസ്സിലായില്ലേ? അതാണ് പറഞ്ഞത്. ദക്കറഹാബി കൗലിഹി, മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി അഭിപ്രായ വ്യത്യാസങ്ങളെ കൗലുകളെ സംബന്ധിച്ച് പറഞ്ഞു. മുസന്നിഫ് കൗലുകൊണ്ട് ഇപ്പോൾ സാലിസുഹ, ആ അഭിപ്രായ വ്യത്യാസങ്ങളുടെ കൂട്ടത്തിൽ മൂന്നാമത്തെ അഭിപ്രായമാണ് ലഹും, അവർക്കുള്ള, ആർക്ക്? മുഅ്തസിലത്തിനുള്ള അൽ വഖഫു, നിഷ്പക്ഷത പാലിക്കുക എന്നാണ്. എന്നിനെ തൊട്ട് അനിൽ ഹലരി, ഹറാമെന്ന് പറയുന്നതിന് തൊട്ടും വൽ ഇബാഹത്തി, ഇബാഹത്ത് ആണെന്ന് പറയുന്നതിന് തൊട്ടും നിഷ്പക്ഷത പാലിക്കുക. അപ്പം ഹദർ കിട്ടി, ഇബാഹത്ത് കിട്ടി, വഖഫും കിട്ടി. മനസ്സിലായോ? അതിന് മൂന്നും കൂടി പറഞ്ഞു ചേർത്ത് വെച്ചു കേട്ടോ. അതായത് ലാ യുദ്രി അന്നഹു മഹ്ദൂറുൻ ഔ മുബാഹുൻ, അറിയാൻ കഴിയില്ല, അല്ലെ അറിയപ്പെടാൻ, ലാ യുദ്റ അറിയപ്പെടാൻ കഴിയില്ല, അന്നഹു മഹ്ദൂറുൻ എന്താണ്? അത് ഹറാമാക്കപ്പെട്ട പ്രവൃത്തിയാണോ അല്ല അത് മുബാഹ് അനുവദിക്കപ്പെട്ട പ്രവൃത്തിയാണോ എന്ന് അറിയപ്പെടാൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യാ? ഹക്കും എന്ത് ചെയ്യാ? ഹക്കും പറയുന്നത് കേട്ടോ. മാ അന്നഹു, ആ കാര്യമായതിനോട് കൂടെ ലാ യഖ്ലു അൻ മാഹിദ് മിൻഹുമ, ഒന്നിരിക്കൽ ഹറാമ് അല്ലെങ്കിൽ ഹലാല് രണ്ടാലെന്നാണ്. പക്ഷെ എന്തില്ല, നമുക്ക് എന്തില്ല മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അവിടെ മിണ്ടണ്ട കേട്ടോ. ലാ യുദ്റ അന്നഹു മഹ്ദൂർ ഔ മുബാഹ്, അത് ഹറാമാക്കപ്പെട്ട കാര്യമാണോ ഹലാലാക്കപ്പെട്ട കാര്യമാണോ എന്നൊന്നില്ല, അറിയാൻ പറ്റുന്നില്ല. മാ അന്നഹു, നിശ്ചയമായ കാര്യമായതിനോട് കൂടെ ലാ യഖ്ലു അൻ മാഹിദ് മിൻഹുമ, ഒന്നിരിക്കൽ ഹറാമ് അല്ലെങ്കിൽ ഹലാൽ അല്ലെങ്കിൽ ഇബാഹത്ത്, അതിനെ തൊട്ട് എന്താണ്? അത് ഒന്നിനെ തൊട്ട് അത് ഒഴിവാകാതിരിക്കുന്നതിനോട് കൂടെ അത് ഏതാണെന്ന് അറിയപ്പെടാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. അറിയപ്പെടാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് അതിനെപ്പറ്റി എന്ത് ചെയ്യുക? വഖഫ് ആണ് അതിൻ്റെ അഭിപ്രായം, എനിക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്ന് മൂന്നാം പക്ഷക്കാര് പറഞ്ഞു. അപ്പോൾ അത് ഹലാൽ, അത് മുബാഹിനെ തൊട്ടോ അല്ലെങ്കിൽ ഹദറിനെ തൊട്ടോ ഒഴിവാകില്ല എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയില്ല, രണ്ടാമത് കാര്യത്തോട്ടൊന്നുമില്ല, ഒഴിവാവൂല എന്ന് പറയാൻ കാരണം എന്താ? അതിന് കാരണം അന്നവും കാരണം നിശ്ചയമായ കാര്യമാവുന്ന ഇമ്മാം മംനൂൻ, അതെന്താണ്? തടയപ്പെട്ടതായിരിക്കും. മിൻഹു, ആ കാര്യത്തിൽ തൊട്ട് തടയപ്പെട്ട, ചെയ്യാൻ പാടില്ല തടയപ്പെട്ട. മുമ്പ് പറഞ്ഞില്ലേ, അള്ളാഹു മിൽക്കിൽ കയറി ഇടപെടുക. മുമ്പ് പറഞ്ഞല്ലോ, അള്ളാഹുവിൻ്റെ മിൽക്കിൽ കയറി അനുവാദമില്ലാതെ ഇടപെടുക. അപ്പോൾ അതെന്തായിരിക്കും? അത് തടയപ്പെട്ടതോ? അപ്പം മഹദൂർ, ഇപ്പം എന്താ പറയുക? അത് ഹറാമാവും. ഔല, അത് തടയപ്പെടാത്ത കാര്യമാവും. അപ്പം മുബാഹുൻ, അപ്പോഴെന്താവും? മുബാഹ്. നമുക്കറിയില്ല, അവിടെ ചെയ്യാം. വഖഫ് മൂന്നാം പക്ഷം. മനസ്സിലായില്ലേ? അങ്ങനെ പറഞ്ഞു. ബഹുമാ, ഇത് ഒന്നിരിക്കൽ മഹദൂറാണ് അല്ലെങ്കിൽ മുബാഹാണ് എന്ന ഈ കാര്യത്തെക്കുറിച്ചുള്ള അക്കുൽ ഫാക്കിയത്ത് പോലെ സംബന്ധിച്ചുള്ള ഈ രണ്ട് അഭിപ്രായങ്ങൾ അൽ കൗലാനി,
ആ മുജതലത്തിന്റെ പക്ഷത്തുള്ള ഒന്നാമത്തെ രണ്ടാമത്തെ അഭിപ്രായങ്ങളാണ്. ബഹുമ ഇത് ഒന്നിരിക്കൽ ഹദറാണ്, അടുത്ത അഭിപ്രായം ഇത് മുബാഹാണ് എന്നുള്ള രണ്ട് കൗലുകളാവുന്നു. അൽ കൗലാനി രണ്ട് കൗലുകളാണ്. ആർക്കുള്ള? മുജതലത്തിന് രണ്ട് കൗലുകളാണ്. അൽ മത്ബിയാനി ഇതിന് കീഴേ വരുന്ന മുബാഹെന്നോ ഹറാമെന്നോ പറയണ്ട, വഖഫെന്ന് പറഞ്ഞാൽ മതി, വഖഫാണത് എന്ന് പറയുമ്പോൾ ആ കൽപ്പന, ആ പറയപ്പെട്ട മൂന്നാം അഭിപ്രായത്തിന് ചുവടെ എന്ത് വരും? ഒന്നാമത്തെ രണ്ടാമത്തെ എന്താണ്? ഹദറാണ്, മത്ബിയാനി എന്ന് പറഞ്ഞു. ഇതിന് കീഴേ വരുന്നത് അൽ മത്ബിയാനി, ഇതിന് കീഴേ വരുന്നതായ രണ്ട് അഭിപ്രായങ്ങളാണിത്. ഹദറ എന്നുള്ള മുബാഹ എന്നുള്ള ആരുടെ അഭിപ്രായം? മുജതലത്തിന്റെ അഭിപ്രായം കേട്ടോ. ഇനി എന്തുകൊണ്ട് ഹാദറിന്റെ തെളിവ്, എന്തുകൊണ്ട് മുബാഹിന്റെ തെളിവ് നമ്മൾ പറഞ്ഞു, അത് കിതാബിൽ പറയുകയാണെങ്കിൽ കേട്ടോ. നാളെ